പ്രിയപ്പെട്ടവരെ, നമ്മൾ നടത്തുന്ന വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 6-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ വിഷയം ലഘുപാപങ്ങളും വർജിക്കണം എന്നുള്ളതാണ്. ലോകാരൂപിയെ നിരാകരിക്കുക എന്നുള്ള വിഷയവുമായി 12 ദിവസം നമ്മൾ വിചിന്തനം നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഇതിന് ഒരുക്ക ദിവസങ്ങളെന്നാണ് പറയുക. ഇതിന് ശേഷമാണ് നമ്മൾ അമ്മയുടെ വിമല ഹൃദയത്തെയും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തെയും ഒക്കെ കൂടുതൽ മനസ്സിലാക്കി ആ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വരിക. ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെയും നമുക്ക് ഒരു ഹോംവർക്ക് കൂടിയാണ്. നമ്മളതൊരു പ്രാക്ടിക്കൽ ലെവലിലേക്ക്, പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്ന് പരിശ്രമം നടത്തണം. ഈ സമ്പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പരിശുദ്ധ ദൈവമാതാവിലൂടെ ഈശോയ്ക്ക് നടത്തുന്ന ഈ സമ്പൂർണ്ണ സമർപ്പണം വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് എഴുതിയ യഥാർത്ഥ മരിയഭക്തി എന്നുള്ള പുസ്തകത്തിലാണ്. ഇത് വായിച്ച ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞു വച്ചിരിക്കുക, ഈ പുസ്തകം വായിച്ചത് എൻ്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവായി. ഈ ഭക്താഭ്യാസം അന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എൻ്റെ ആന്തരിക ജീവിതത്തിൻ്റെയും ആത്മീയ ദൈവശാസ്ത്ര വീക്ഷണത്തിൻ്റെയും പ്രധാന ഭാഗമായി ഇത് മാറി. പ്രിയപ്പെട്ടവരെ, ഏറ്റവും മനോഹരമായ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് യഥാർത്ഥ മരിയഭക്തി. യഥാർത്ഥത്തിൽ ലൂയി ദി മോൺഫോർട്ട് എന്ന വിശുദ്ധൻ യഥാർത്ഥ മരിയഭക്തി എന്ന ഹെഡിങ്ങിലല്ല ആ പുസ്തകം എഴുതുന്നത്. അദ്ദേഹം ആ പുസ്തകം എഴുതുന്നതിന് മുമ്പ് തന്നെ എത്രയോ വ്യക്തമായി പറഞ്ഞു, ഇത് വലിയ ഒരു പോരാട്ട വിഷയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എഴുതുന്ന വ്യക്തിയും ഈ പുസ്തകവും തന്നെ ആക്രമിക്കപ്പെടും. ഏകദേശം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഒരു ട്രങ്ക് പെട്ടിക്കുള്ളിൽ 100 വർഷങ്ങൾക്ക് ശേഷവും മറ്റുമാണ് ഇതിൻ്റെ ഈ ചെറിയ പുസ്തകം കണ്ടെത്തുക. അപ്പോഴേക്കും അതിൻ്റെ ആദ്യ പേജുകൾ നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം യഥാർത്ഥ മരിയഭക്തി, യഥാർത്ഥമല്ലാത്ത മരിയഭക്തി എന്നുള്ളൊരു വിഷയം ആ പുസ്തകത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് പിന്നീട് യഥാർത്ഥ മരിയഭക്തി എന്നുള്ള ഒരു ഹെഡിങ് ഈ പുസ്തകത്തിന് നൽകുക. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പ്രസക്തമായ ഭാഗം എന്ന് പറയുക, പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി നമ്മൾ നടത്തുന്ന ഈ സമർപ്പണം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകമായ ചില നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. കർത്താവിൻ്റെ 2-ാമത്തെ ആഗമനത്തിനായി നമ്മളെ ഒരുക്കുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ഇപ്പോഴത്തെ പ്രവൃത്തി. അമ്മയിലൂടെയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. അവിടുത്തെ 2-ാമത്തെ വരവും അമ്മയിലൂടെ തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് പ്രവചനവും വെളിപ്പെടുത്തലുകളും. അതുകൊണ്ട് തന്നെ ഈശോയിലൂടെ നമ്മൾക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ കൃപകളും സ്വർഗം പദ്ധതി ചെയ്തിരിക്കുന്നത് അമ്മയുടെ വിമല ഹൃദയത്തിലൂടെയാണ്. നമ്മൾ എടുക്കേണ്ടുന്ന ഒരു നിലപാട്, ഈ ലഘുപാപങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയണമെന്നുള്ളതാണ്. ലഘുപാപങ്ങൾ പോലും എന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം ഈ ലഘുപാപം എന്ന് പറഞ്ഞ് സത്യത്തിൽ സഭ പഠിപ്പിക്കുമ്പോൾ അതൊരു ഗൗരവം കുറഞ്ഞ വിഷയമാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇന്നത്തെ വിചിന്തനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുക ക്രിസ്ത്യാനുകരണത്തിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൻ്റെ 18-ാമത്തെ അധ്യായമാണ്. അവിടെ പിതാക്കന്മാരുടെ മാതൃകകളെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധരും ക്രിസ്തുവിൻ്റെ സുഹൃത്തുക്കളും വിശപ്പിലും ദാഹത്തിലും തണുപ്പിലും നഗ്നതയിലും മടുപ്പിലും ക്ഷീണത്തിലും ഉറക്കത്തിലും ഉണർവിലും പ്രാർത്ഥനയാലും ധ്യാനത്താലും നിരന്തരമായ പീഡനത്താലും ദ്രോഹങ്ങളിലും അവിടുത്തെ സ്നേഹിക്കുന്നതിൽ ഉത്സുകരായിരുന്നു. അപ്പസ്തോലന്മാരും രക്തസാക്ഷികളും കന്യകകളും ക്രിസ്തുവിൻ്റെ പാതകൾ പിൻചെല്ലാൻ തീരുമാനിച്ച സകലരും എത്രയോ കഠോരമായ വേദനകളിലൂടെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പാപത്തിൻ്റെ ഒരു സുഖമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു താൽക്കാലിക സുഖമുണ്ട്.
അത് നമ്മളെ പിന്നീട് കുറ്റബോധത്തിലേക്ക് നയിക്കുമെങ്കിലും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1862 ഖണ്ഡികയിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഗൗരവം കുറഞ്ഞ ഒരു വിഷയത്തിൽ ധാർമ്മിക നിയമങ്ങൾ അനുശാസിക്കുന്ന മാനദണ്ഡം പുലർത്താതിരിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായ അറിവോ പൂർണ്ണമായ സമ്മതമോ ഇല്ലാതെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ ധാർമ്മിക നിയമം അനുസരിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഒരാൾ ലഘുപാപം ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടടുത്ത് നമ്മുടെ ചില ശ്രദ്ധക്കുറവുകൾ പാപങ്ങളായിട്ട് തീരും. അത് ലഘുപാപം സ്നേഹത്തെ ദുർബലപ്പെടുത്തുന്നു എന്നാണ് പറയുക. അത് നമ്മുടെ പരിപൂർണതയ്ക്ക് തടസ്സമാണ്. അതായത് ഈ സൃഷ്ട വസ്തുക്കളോടൊക്കെ നമുക്ക് ക്രമരഹിതമായ ഒരു ആസക്തി ഉണ്ടാകും. നമ്മൾ ചില നിലപാടുകൾ ചില സാധനങ്ങളോട്, ചില വസ്തുക്കളോട്, ചില വ്യക്തികളോടൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. എല്ലാം നല്ലതല്ല. എല്ലാം നല്ലതാണെങ്കിൽ നമുക്ക് അനിവാര്യമല്ല, അത്യാവശ്യമല്ല. ഇപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് പോയാൽ എന്നാ കുഴപ്പം വച്ചാ? നമ്മളിപ്പോൾ ഒരു പള്ളിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഒരു ചെറിയ ഒരു വാനൊക്കെ വിളിച്ച് കുറച്ച് പിള്ളേരെ കൂടി പോകുമ്പോൾ, അപ്പോൾ സത്യത്തിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയുള്ള ഒരു യാത്രയാണെങ്കിലും അതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റു തരത്തിലുള്ള ഒരു ലൗകികത നമ്മുടെ ഹൃദയത്തിൽ ജനിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു പാട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം, നമ്മൾ ആ പോകുന്ന പർപ്പസിൽ ചില പ്രൊഫൈൻ മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധമല്ലാത്ത നന്മയല്ലാത്ത കാര്യങ്ങൾ, അപ്പോൾ അത് നമ്മൾ കണ്ണടച്ച് അനുവദിച്ചു കൊടുക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നഷ്ടപ്പെടുന്നതിന് അത് കാരണമാകുന്നു. പ്രത്യക്ഷത്തിൽ നമുക്ക് ഒരു വലിയ മാരകപാപമായിട്ടൊന്നും തോന്നത്തില്ല. അതായത് ലഘുപാപം മാരകപാപം ചെയ്യാൻ അല്പാൽപമായി നമ്മളെ പ്രേരിപ്പിക്കുന്നു. 1863 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മളൊരു കൂദാശയ്ക്ക് വേണ്ടി പോകുന്ന വഴി, അപ്പം നമ്മളുടെ എപ്പോഴുമുള്ള മനോവ്യാപാരം, ചിന്താമണ്ഡലം, നമ്മൾ എന്നാ ചിന്തിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു നമ്മളെന്താ കേൾക്കുന്നത്? ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കാം. അത് എന്താ പറയുക, കേൾവി പരിചയം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ചില സിനിമയിലെ ഡയലോഗുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം, ഒരു ചിത്രമായിരിക്കാം. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ഹൃദയത്തെ കൊളുത്തും. ചില പാട്ടുകൾ നമ്മൾ കേട്ടാൽ, നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ചില പാട്ടുകളിലൊക്കെ ഒരു പൈശാചികമായിട്ടുള്ള ഒരു പ്രഘോഷണമുണ്ട്. തിന്മയെ ഇങ്ങനെ വലിയ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ചില വരികളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ പിള്ളേരുടെ ഹൃദയത്തിൽ ഇങ്ങനെ പതിയുമ്പോൾ നമ്മൾ ചെല്ലുന്ന ജപങ്ങൾ പോലെയും പ്രാർത്ഥന പോലെയൊക്കെ അത് ഹൃദയത്തെ ദുഷിപ്പിക്കും. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരിതായിട്ട് തോന്നിയില്ല എങ്കിലും നമ്മൾ നിരന്തരമായിരിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥ, അവിടെ നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കണം. ലഘുപാപത്തിൻ്റെ ദോഷങ്ങളിൽ ഒന്നാമത്തേതാണ് സ്നേഹം ദുർബലപ്പെടുത്തുന്നു. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന് മങ്ങലേൽക്കുന്നു. ഇത് ക്രമേണ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം വിച്ഛേദിക്കുന്നതിന് കാരണമാകും. അതായത് ലഘുപാപം, നമ്മുടെ സഹോദരങ്ങളോടുള്ള സ്നേഹമൊക്കെ നമ്മളിങ്ങനെ പുറമേ എല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട് എങ്കിലും കർത്താവ് നമ്മുടെ ഹൃദയവിചാരങ്ങൾ അറിയുന്നവനാ. മനുഷ്യൻ ബാഹ്യമായ കാര്യങ്ങൾ കാണുന്നെങ്കിലും ഞാനോ നിൻ്റെ ഹൃദയവിചാരങ്ങൾ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ അറിയാൻ സ്വർഗം ഒരിക്കലും പിശാചിന് അനുവാദം കൊടുത്തിട്ടില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും മാത്രം അറിയത്തുള്ളൂ. നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥൻ, അതിൻ്റെ ഓണർഷിപ്പ് പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം കൊടുത്തിട്ടുണ്ട്, ഈശോയ്ക്കും ദൈവത്തിന്. ഇതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കാനാണ്. നമ്മൾ ഇപ്പോൾ വിശുദ്ധ എവുപ്രാസ്യാമ്മ അമ്മയുടെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ സംഭവം. അമ്പഴക്കാട് മഠത്തിലായിരിക്കുമ്പം നിങ്ങളിപ്പോൾ ഒല്ലൂർ മഠത്തിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ഒരു ചിത്രം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. കർമ്മലമാതാവ് ഇങ്ങനെ കൈയും നീട്ടി ഇങ്ങനെ നിന്നുകൊണ്ട് പിശാചുക്കളെ ശാസിക്കുകയും വിശുദ്ധ എവുപ്രാസ്യാമ്മ മുട്ടുകുത്തി അവിടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം.
അതിൻ്റെ ആധാരമായ സംഭവം ഇങ്ങനെയാണ്. അമ്പഴക്കാട് മഠത്തിലായിരിക്കുമ്പോൾ എവുപ്രാസ്യാമ്മ ഈ പിശാചുക്കളുടെ പീഡനത്തിലൂടെ നിരന്തരം കടന്നു പോകുന്നു. അമ്മയുടെ വീട്ടുകാരെ പോലും ഇവർ ഉപദ്രവിക്കുമെന്ന് പറയുന്നു. ഈ കുട്ടിപ്പിശാചുക്കളെല്ലാം കൂടെ കൂടി ഉറക്കം കെടുത്തുന്നു. അവിടെയുള്ള സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു സ്വൈരജീവിതം നശിപ്പിക്കുക. അവസാനം അമ്മ സഖി കെട്ടിട്ട് ഇവരുടെ ആവശ്യത്തിന് വഴങ്ങി ഇവരോട് പറയുകയാണ്, ഞാൻ ഇവിടം വിട്ട് പൊക്കോളാം. അങ്ങനെ അവിടെ നിന്ന് പോകാനായിട്ട് അമ്മ ഈ അമ്പഴക്കാട് മഠത്തിൻ്റെ സ്റ്റെപ്പുകൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുക. ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. പിശാചുക്കൾ കല്ലുപോലും എടുത്ത് എറിയുമായിരുന്നു. അമ്മയെ ഇങ്ങനെ വരിഞ്ഞു കെട്ടി. കാരണം സ്വർഗം ഈ ആത്മാവിലൂടെ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഐഡിയ പിശാചിന് കിട്ടി. അപ്പോൾ അവൻ പീഡിപ്പിക്കാൻ വരികയാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് വഴി ഇറങ്ങുമ്പോൾ ഈ എവുപ്രാസ്യാമ്മ അടുത്തുള്ള ഒരു മുറിയിലേക്ക് പെട്ടെന്ന് ചാടിക്കയറുക. അവിടെ പരിശുദ്ധ അമ്മ നിൽക്കുക. അമ്മ ചോദിച്ചൊരു കാര്യം ഇത്രയേ ഉള്ളൂ, നീ എന്തുകൊണ്ടാണ് നാവ് കൊണ്ട് പാപം ചെയ്തത്? അതായത് പിശാചുക്കൾ അവിടെ നിന്ന് ഇങ്ങനെ ഇതിനെ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. അവളത് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് അധികാരമുണ്ട്. ഇവിടുന്ന് പൊക്കോളാമെന്ന് അവൾ ഞങ്ങളോട് സമ്മതിച്ചാണ്. അവൾ നുണ പറയുന്നവളാണ്, സത്യം പറയാത്തവളാണ്. അവളുടെ മേൽ ഞങ്ങൾക്ക് അവകാശമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും അന്ത്യദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് സുവിശേഷത്തിൽ പറയുന്നത് വെറുതെയല്ല. അമ്മ മാതാവ് അപ്പോൾ എവുപ്രാസ്യാമ്മയോട് പറഞ്ഞു, മകളെ, നീ എന്തുകൊണ്ടാണ് നാവുകൊണ്ട് തെറ്റ് ചെയ്തത്? നിന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നത് നിന്റെ ഹൃദയത്തിൻ്റെ നാഥനായ എൻ്റെ മകനും ഞാനും മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുന്ന ഈ ചെറിയ കാര്യങ്ങൾ മേലൊക്കെ പിശാചിനൊരു അവകാശമുണ്ട്. നിങ്ങളിപ്പോൾ വീട്ടിൽ ദോഷമായിട്ടുള്ളൊരു വാക്ക്, പിള്ളേരെ ഇപ്പോൾ വിളിക്കുന്ന പേര്, എന്തെങ്കിലും തിന്മയുടെ ഇത് കൂട്ടി വിളിക്കുക, അല്ലെങ്കിൽ ഒരു നശിച്ച വാക്ക് പറയുക, ശാപത്തിൻ്റെ വാക്ക് പറയുക, ഇതൊക്കെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, എല്ലാം ദൈവം ശരിയാക്കും. നമുക്കൊരമ്മയുണ്ടല്ലോ, ആ വാക്കിനൊരു വിലയില്ലാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വർഗം കാണുന്നുണ്ട്, സ്വർഗം ആ വാക്കിൻ്റെ മേൽ ക്ലെയിം ചെയ്യാൻ പറ്റും. എന്നാലോ ഇതെല്ലാം നശിച്ചു പോകത്തേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരിക്കലും ഗതിയില്ല. നമ്മളങ്ങനെ തീരുമാനിച്ച് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലെ അവകാശം സ്ഥാപിച്ച് പ്രവർത്തിക്കാനായിട്ട് പിശാച് അവിടെ നിൽക്കുന്നുണ്ട്. നിസ്സാരമെന്ന് നമുക്ക് തോന്നിയാലും ഏറെ ഗൗരവമുള്ള കാര്യമാണ് നമ്മുടെ വാക്ക്, നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തി. ഈ വക കാര്യങ്ങളിലൂടെയൊക്കെ വലിയ വലിയ നമ്മുടെ അധപ്പതനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആത്മാവിലുള്ള പുരോഗതിയെ ഈ ലഘുഭാവം തടയും. അതായത് നമുക്കൊരു ഒരു 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 പരിശ്രമം, ചെറിയൊരു ക്ഷീണമാണ്. പ്രിയപ്പെട്ടവരെ, അനാവശ്യമായി ക്ഷീണം തരുന്നതിൽ എക്സ്പേർട്ടാണ് പിശാച്. നമുക്ക് ശരിക്കും ജപമാല എല്ലാവരും ഇരിക്കുമ്പോൾ മാത്രം ഉറങ്ങുന്ന കക്ഷികളുണ്ട് ചില വീടുകളിൽ. ഉറക്കം വരുന്നില്ലേ, ജപമാല ഇല്ലാൽ മതി, കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിരുത്തിയാൽ മതി, ആ മൂലയ്ക്ക് ഇരുന്ന് ഉറങ്ങി പിന്നെ ആർക്കെങ്കിലും എടുത്തുകൊണ്ട് പോവാം, പിള്ളേരാണെങ്കിൽ പോലും. എന്നാലോ മറ്റെന്തെങ്കിലും ഒരു ലൗകികമായൊരു കാര്യമാണ്, ഒരു ക്ഷീണമില്ല, ഒരു കുഴപ്പമില്ല, രാത്രി തന്നെ ഉറക്കമില്ല. പലപ്പോഴും ആത്മീയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമുക്കൊരു മടുപ്പ്, എതിർചിന്ത. ഇപ്പോൾ പള്ളിയിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. തിരക്കുണ്ടായിട്ടൊന്നുമല്ല, പള്ളിയിൽ ഏറ്റവും വേഗം കുർബാന അവസാനിപ്പിക്കണം. അങ്ങനെ അത് അവസാനിച്ച് കിട്ടിയിട്ട് പുറത്ത് വന്നിട്ട് പിന്നെയും അരമണിക്കൂർ വട്ടം കൂടി ഒന്ന് വർത്താനം പറയാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അച്ഛൻ്റെ പ്രസംഗവും അല്ലെങ്കിൽ പ്രാർത്ഥനകളും എത്രയും കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കട്ട് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മളത് വിചാരിക്കും നിസ്സാരമാണെന്ന് വിചാരിക്കും. ചിലർ പോയി വൈദികരെ മുറിപ്പെടുത്തി സംസാരിക്കും, നിരുത്സാഹപ്പെടുത്തി സംസാരിക്കും. ഇതിൻ്റെ മേലെ എല്ലാം പിശാചിന് ആധിപത്യമുണ്ട്. നിങ്ങൾ പോയി എന്തെങ്കിലും തരത്തിൽ അച്ഛൻ 3 മിനിറ്റ് കൂടുതൽ എടുത്തു കേട്ടോ, 2 മിനിറ്റ് കൂടുതൽ എടുത്തു എന്ന് പറയുമ്പോൾ അച്ഛൻ പിറ്റത്തെ ദിവസം കുർബാനയെല്ലാം വരുമ്പോൾ പിശാച് ഇതിൻ്റെ മേലെ ക്ലെയിം ചെയ്തുകൊണ്ട് സ്വസ്ഥമായിട്ട് കുർബാനയില്ലെന്ന് തടയും. അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങൾ കാറ്റഗിസം പഠിപ്പിക്കുന്ന നിങ്ങളുടെ മതാധ്യാപകർക്ക് നിങ്ങളുടെ പിള്ളേരെ തിരുത്താൻ ഭയങ്കര ഭയമാണ്. അച്ഛൻ കൊച്ചച്ഛനായിട്ടിരുന്ന പള്ളി എനിക്കറിയാം, ഞാൻ പള്ളികളിൽ ഇരുന്നിട്ടുള്ള അച്ഛനാണ്. അധ്യാപകർ പലരുടെയും വിഷയങ്ങൾ ഇടപെടുന്നില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ കുട്ടികളുടെ മാതാപിതാക്കൾ പറഞ്ഞ പല കാര്യങ്ങളും ഇവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തി ആ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല. അതായത് പിശാചിന് പ്രവർത്തിക്കാനുള്ള വാതിലുകളാണ് വാക്കിലൂടെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വരുത്തുന്ന ചെറിയ മുറിവുകളും ഭാരപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും പോലും പിശാച് അത് കൃത്യമായി ഓർമ്മപ്പെടുത്തും. അപ്പം നമുക്കതൊക്കെ ചെറുപ്പം ഞാൻ ഒരു ചെറുതായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഒന്ന് നോക്കിയതേ ഉള്ളൂ, ഒന്ന് ചെറുതായിട്ട് നന്മയെ നിരുത്സാഹപ്പെടുത്തിയതേ ഉള്ളൂ.
ലഘുഭാവം, വലിയ കൊലപാതകമൊന്നും ചെയ്തില്ല. പക്ഷേ ഇത് പിശാചിന് ആധിപത്യം സ്ഥാപിക്കാമെന്നുള്ളത് കൊണ്ട് അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള പുരോഗതിക്ക് തടസ്സമായി മാറും. പരിപൂർണതയുടെ മാർഗത്തിൽ ലഘുഭാവം വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. അതായത് ക്രിസ്തീയ പരിപൂർണതയ്ക്ക് അത് തടസ്സമാകും. മറ്റൊന്ന്, താൽക്കാലിക ശിക്ഷയ്ക്ക് കാരണമാകും. ഇത് തിരുസഭ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1030 ഖണ്ഡികയിൽ കത്തോലിക്ക വിശ്വാസ പാരമ്പര്യം പഠിപ്പിക്കുന്നത് ലഘുഭാവത്തോടെ മരിക്കുന്നവർ സ്വർഗപ്രവേശനത്തിന് യോഗ്യരാകേണ്ടതിന് അന്തിമ ശുദ്ധീകരണത്തിന് വിധേയരാകേണ്ടതുണ്ട് എന്നാണ്. ഇതാണ് ലഘുഭാവം ഉളവാക്കുന്ന താൽക്കാലിക ശിക്ഷ. അതായത് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ ചിലപ്പോൾ എടുത്തിയാട്ടമായിരിക്കും, മുൻകോപമായിരിക്കും. വിശുദ്ധർക്ക് പോലും അത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപക്ഷെ അവരും ഈ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ നിമിഷത്തേക്കെങ്കിലും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവും. പാപികളിലും എന്നാ പറയുന്നത്, വലിയ തിന്മയുള്ളവരും ആണ് ഈ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകുക എന്നുള്ളതല്ല. ചെറിയ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും കാരണം എന്താണെന്നറിയാമോ? ദൈവം നിസ്വാർത്ഥതയും വിശുദ്ധിയുടെ പൂർണ്ണതയുമായതുകൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കുന്നതിന് ഈ വക കാര്യങ്ങളെല്ലാം തടസ്സമായിട്ട് തീരും. വി ഓൾ ആർ ഇൻ എ പ്രോസസ് ഓഫ് ബിക്കമിങ് ഹ്യൂമൻ. എന്നുവെച്ചാൽ നമ്മളെല്ലാവരും യഥാർത്ഥ മനുഷ്യരായി തീരാനുള്ള ഒരു പ്രക്രിയയിലൂടെ കടന്നു പോവുക. പരിപൂർണത, ആത്മീയ പരിപൂർണത, അതിനുള്ളൊരു പരിശ്രമമാണ് നമ്മൾ ഈ 33 ദിവസം നടത്തുക. ഇത് 33 ദിവസം കൊണ്ട് അവസാനിക്കാനല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മൾ നടത്തേണ്ട പരിശ്രമമാണ്. അതായത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ഐക്യപ്പെടണമെങ്കിൽ, ഈശോയുടെ തിരുഹൃദയത്തിന് സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് നമ്മൾ വരണം. മനുഷ്യനായി നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ യഥാർത്ഥ മനുഷ്യൻ, നമ്മൾ പലരും പറയലേ, ഒരു മനുഷ്യനാണോ അല്ലേ? പല മൃഗവാസനകൾ, അസൂയ, വെറുപ്പ്, വഞ്ചന, ചതി, നമ്മളുടെ അമിതമായ കോപം, കാടിൻ്റെ മുദ്രകൾ, എന്തോ ഒരു ഭയങ്കരം ചതി ചെയ്യുന്ന മനുഷ്യർ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യഥാർത്ഥ മനുഷ്യരെ ആകുന്നതിൽ നിന്ന് തടയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്ന ഈ ഒരു കാര്യം, നമ്മുടെ ചെറിയ കുറ്റങ്ങൾ കൊണ്ട് പോലും നമ്മൾ പിന്നീട് വേദനിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്കൊരു കെട്ടുകഥയായിട്ട് തോന്നുന്നവരാണെങ്കിൽ ഒന്നും പറയാനില്ല. വിശുദ്ധരുടെ ജീവിതങ്ങളിലൊക്കെ എത്രയോ കഥകൾ സത്യമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മദർ മറിയം ത്രേസ്യ അമ്മയുടെ അടുത്താണെങ്കിലും ലേവ്പ്രാസി അമ്മയുടെ അടുത്താണെങ്കിലും എത്രയോ വിശുദ്ധരുടെ അടുത്ത്, വിശുദ്ധ പാതിരപ്പിയുടെ അടുത്തൊക്കെ എത്രയോ മരിച്ച വിശ്വാസികൾ വന്ന് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും അവരുടെ ആത്മാവിൻ്റെ അവസ്ഥകൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഭയങ്കര ഒരു വേദനയാണ്. കാരണം നമ്മൾ സത്യത്തിൽ നമ്മുടെ ആത്മാവ്, വിശുദ്ധ അഗസ്റ്റീനോസ് പറഞ്ഞതുപോലെ, ദൈവത്തിൽ എത്തിച്ചേരുന്നത് വരെ അസ്വസ്ഥമാണ്, വലിയ വേദനയാണ്. പലരുടെയും സങ്കടത്തിന് കാരണവും, പലർക്കും സന്തോഷമില്ലാത്തതും, പലർക്കും ഉത്സാഹമില്ലാത്തതും ഒക്കെ ഈ ആത്മാവിൻ്റെ വേദനയാണ്, പിടച്ചിലാണ്. കാരണം യഥാർത്ഥമായ ആനന്ദത്തിലേക്ക്, നിങ്ങൾക്ക് സമാധാനം, നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നൽകാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവ സാന്നിധ്യമുള്ള ഒരു ഇടത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആ സ്വാതന്ത്ര്യം, സമാധാനം അനുഭവിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ അടുത്തേക്ക് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കും അത് ഒഴുകും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത് വന്നിരിക്കുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ ഈ മെജുഗോറിയയിലൊക്കെ പോയ അച്ഛന്മാർ എന്നോട് പറഞ്ഞ കാര്യം, എനിക്ക് പോകാൻ ഭാഗ്യം കിട്ടിയില്ല. അവിടെ നിന്ന് അമ്മ വന്നിറങ്ങുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ മറ്റ് ആത്മീയ കൂട്ടായ്മകളും പ്രാർത്ഥനാ കൂട്ടായ്മകളും, അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു സമാധാനമാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കുന്ന വലിയ സമാധാനമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മേലുള്ള ഈ കെട്ടുകളും ബന്ധനങ്ങളും വേദനകളുടെ ഒക്കെ അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ ഇങ്ങനെ വരുന്ന ചെറിയ ലഘുഭാവങ്ങൾ പോലും, പലപ്പോഴും നമ്മൾ കുമ്പസാര കൂട്ടി പോയി ഈ ലഘുഭാവത്തെ പിന്നെയും ലഘുവായിട്ട് നമ്മളിങ്ങനെ ചിത്രീകരിക്കാൻ പരിശ്രമിക്കുക. ചെറിയ ഭാവം, വലിയ ഭാവമൊന്നും ഇല്ല. പറഞ്ഞു വരുമ്പോൾ എന്നതാ, ഞാൻ എൻ്റെ കഴിവ് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ എന്താ പറയുക, ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ ആരോടും നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതിനകത്തൂടെയൊക്കെ എന്തോരം മുറിവുകൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും.
നല്ലൊരു കാര്യം ഒരു മനുഷ്യൻ ചെയ്തിട്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. അത് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കിയിട്ടുണ്ട്. ആ മുറിവ് പിശാചിന് നാളെ കയറി വരേണ്ട വാതിലാ വെറുപ്പായിട്ട്. എന്ന് പറയുന്നത് പോലെ നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന പല കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. അതായത് ഈ ലഘുപാപങ്ങൾ മാരക പാപത്തിലേക്ക് നയിക്കും. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. നിങ്ങളിത് ചെറുതാണല്ലോ എന്ന് കരുതരുത്. ആത്മീയ ജീവിതത്തിൽ എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഓരോ മണിക്കല്ലും, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 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 കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ ഓരോ കല്ലും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ അടിസ്ഥാനം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നിസ്സാര കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വയ്ക്കുമ്പോൾ മാത്രമേ ഒരു പരിപൂർണതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ലഘുപാപം മാരകം പാപം ചെയ്യുന്നതിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. പൊതുവേ ലഘുഭാവം നിസ്സാരമായി കരുതപ്പെടുന്നതിനാൽ അത് ഒഴിവാക്കാൻ കഠിന പ്രയത്നം ചെയ്യുക സ്വാഭാവികമല്ല. നമ്മളതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് വലിയൊരു ഒരു പരിശ്രമം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ലഘുഭാവത്തിൽ വീഴുന്നവർക്ക് ഉത്തമമായ മനസ്താപം ഉണ്ടാകാനും സാധ്യത കുറവാണ്. ഞങ്ങൾക്കത് നമ്മുടെ ചങ്ക് പൊട്ടുന്നില്ല, നമുക്കതൊരു വലിയ വേദനയായിട്ട് തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യങ്ങളെന്ന് നമ്മൾ കരുതുന്നത് ഒരുപക്ഷെ ഈശോയുടെ ഹൃദയത്തെ എത്രയോ വലുതായി വേദനിപ്പിക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെയും യോസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തെയും അത് എത്രയോ വലുതായി കുത്തി നോവിക്കുകയില്ല. നമ്മൾ അതിനെയൊക്കെ ഗൗരവമായിട്ട് എടുക്കണം. നിസ്സാരമായ തെറ്റുകളും നമ്മൾ ഗൗരവത്തോടു കൂടി എടുക്കണം. വിശുദ്ധ അഗസ്റ്റീനോസ് പറയുന്നുണ്ട്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1863 ഖണ്ഡികയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കുറച്ച് ലഘുഭാവങ്ങളെ ഉള്ളൂ, പക്ഷേ ലഘു എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഈ പാപങ്ങളെ നാം അവഗണിക്കരുത്. നിങ്ങൾ അവ തൂക്കി നോക്കുമ്പോൾ കനം കുറവായി തോന്നുന്നു, എങ്കിലും എണ്ണി നോക്കുമ്പോൾ നിങ്ങൾ വിറയ്ക്കുന്നു. അതായത് നമ്മൾ ഇതിനെ ഒന്നും നിസ്സാരവൽക്കരിക്കരുത്. എല്ലാം കൂടെ നമ്മളിങ്ങനെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നുകയില്ല, എങ്കിലും അതിന് വേണ്ട ഗൗരവം കൊടുക്കണമെന്ന് സഭ, വിശുദ്ധർ, പ്രത്യേകമായി തിരുസഭ തന്നെയും നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇനി ശ്രദ്ധ വെച്ച് തുടങ്ങണം. അനാവശ്യമായിട്ട് വീഴുന്നൊരു വാക്ക്, നമ്മൾ നന്മ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു നോട്ടം, നമ്മുടെ നടപ്പ്, ശരീരഭാഷ, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ മറ്റുള്ളവരെ ഒറ്റ നോട്ടം കൊണ്ട്, അവഗണന കൊണ്ട്, അഹങ്കാരത്തിൻ്റെ ഒരു നിപ്പ് കൊണ്ട് മറ്റുള്ളവരെ നമുക്ക് വേദനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമത്തെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. യഥാർത്ഥ മരിയഭക്തി 202 ഖണ്ഡികയിൽ വാത്സല്യം നിറഞ്ഞത് മാത്രമല്ല, ഫലദായകവുമുള്ളതാണ് അവളുടെ സ്നേഹം. യാക്കോബിനോട് റബേക്കായ്ക്കുണ്ടായിരുന്ന സ്നേഹത്തെക്കാൾ മറിയത്തിന് നമ്മുടെ നേരെയുള്ള സ്നേഹം കർമ്മോദ്യുക്തവും ഫലസമൃദ്ധവുമാണ്. റബേക്ക മറിയത്തിൻ്റെ ഒരു പ്രതിരൂപം മാത്രമേ ആയിരുന്നുള്ളൂ. തൻ്റെ ഓമന മക്കൾക്ക് സ്വർഗീയ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ സമ്പാദിച്ചു കൊടുക്കുവാൻ പരിശുദ്ധ മാതാവ് എത്ര ഉത്സുകയാണെന്ന് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, തുടർന്നു വരുന്ന ആരാധനയിലും ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്ന പ്രതിഷ്ഠയുടെ ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനയിലുമെല്ലാം നമുക്ക് സജീവമായി സംബന്ധിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുമ്പോൾ വലിയ കൃപയാൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു പ്രാർത്ഥനകളിൽ നമുക്ക് സജീവമായി സംബന്ധിക്കുകയും ചെയ്യാം.
പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദൈവമേ. ഏഴുമാത്മാവിൽ ആശ്വസിക്കുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. ഓ മറിയത്തിൽ വാഴുന്ന യേശുവേ, അങ്ങയുടെ ദാസരിൽ വന്ന് വസിക്കണമേ. അങ്ങേ വിശുദ്ധിയുടെ അരൂപിയാലും അങ്ങേ ശക്തിയുടെ നിറവിനാലും അങ്ങേ പുണ്യത്തിൻ്റെ സത്യമോടെയും അങ്ങേ മാർഗത്തിൻ്റെ പൂർണ്ണതയിലും അങ്ങേ രഹസ്യങ്ങളുടെ അകമ്പടിയോടെയും തിന്മകളുടെ ശക്തികളെയെല്ലാം തുരത്തേണമേ. അങ്ങേ അരൂപിയാൽ പിതാവിൻ്റെ മഹത്വത്തിനായി എന്നും എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കാരുണ്യപൂർവ്വം അങ്ങനെ അനുവദിക്കണമേ. പരിശുദ്ധമായ അടിമത്തം എന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എനിക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ. അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയത്രേ എനിക്കുറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവമായ കോപത്തെ ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലാ ഇടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ പലപ്പോഴും ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കുവാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കുവാനും മറിയം എനിക്ക് അത്യാവശ്യമത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കാരുണകളെ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിയുമോ? മറിയം ഇല്ലായിരുന്നെങ്കിൽ ഓരോരുത്തരും നിത്യനാശത്തിലാകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യരും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! ഓ എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റെതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കൂടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും
അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ സമർപ്പണം ഇപ്പോഴും നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ സമർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാതായി എന്തെങ്കിലും കാണുന്നെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിനല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമുള്ളതല്ല. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവൻ്റെ വൃക്ഷം അങ്ങ് നടയണമേ. അതിനെ പരിപാലിച്ച് വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവൻ്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമായ വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശാന്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്തുവാൻ അവിടുത്തേക്ക് സാധിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ നീരുറവേ, ഞങ്ങളിൽ നിറയണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളിൽ നിറയണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളിൽ നിറയണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളിൽ നിറയണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നാമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ കർത്താവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുകി സത്പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ.
അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്ക് ഏക കർത്താവേ. അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്ക് ഏക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. 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 ഇസ്രായേലിന്റെ സ്തുതികളിൽ വാഴുന്ന ദൈവമേ, മലാഖമാരുടെ സ്തുതികളിൽ വാഴുന്ന ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗീയ സ്തുതികളിൽ വാഴുന്ന ദൈവമേ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അബ്രഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. സാത്താനെ തോൽപ്പിച്ച് ലോകത്തിന്മേൽ വിജയിച്ച് മരണത്തെ ദൂരെ അകറ്റാനുക്തിതനായൻ കർത്താവേ. സാത്താനെ തോൽപ്പിച്ച് ലോകത്തിന്മേൽ വിജയിച്ച് മരണത്തെ ദൂരെ അകറ്റാനുദ്ധിതനായ കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ ഓ നാമം. സർവശക്തനായ ദൈവമേ, സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്ക് ഏക കർത്താവേ. അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, നമുക്ക് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പാടാം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ അങ്ങയുടെ കരബലത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അങ്ങയുടെ സർവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും അങ്ങ് നേടിയ വിജയത്തിൽ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട്, ഉദ്ധിതനായ യേശുവിന്റെ ശക്തമായ സാന്നിധ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളെ അങ്ങേക്ക് ഒരു നിമിഷം കൊണ്ട് മാറ്റിക്കളയാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ അടിയറു പറയുന്നു. ഞങ്ങളുടെ സർവത്തിന്റെയും സർവവുമായവനെ, ആൽഫയും ഒമേഗയുമായവനെ, സൃഷ്ടികളെ സൃഷ്ടിച്ചവനെ, പ്രപഞ്ചത്തിന്റെ നാഥനെ, ഞങ്ങളുടെ ജീവന്റെ നാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സർവത്തിന്റെയും സർവവുമേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിത്യസ്തുതിക്ക് യോഗ്യമായ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ, അങ്ങയുടെ മഹത്വത്തിൽ, അങ്ങയുടെ രാജ്യത്തിൽ ദൈവമേ ഞങ്ങളെ അങ്ങ് പ്രവേശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അയോഗ്യതകളെ മാറ്റുന്നതിനുള്ള വലിയ ആത്മീയ ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ വിചിന്തന വിഷയമാക്കിയത് ലഘുപാപങ്ങളും വർജിക്കണമെന്നാണ്. ചെറിയ കാര്യമാണ്, നിസ്സാരമാണ് എന്ന് കരുതി തള്ളിക്കളയുന്ന ചില കാര്യങ്ങൾ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തെ ഏറ്റവും അധികമായി ഒരുപക്ഷെ അപമാനിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടാവാം. ഉപേക്ഷ മൂലം നമ്മൾ വരുത്തുന്ന പാപങ്ങൾ, കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ അവഹേളിക്കുന്ന പ്രവൃത്തികൾ, ഒരുപക്ഷെ എനിക്ക് തോന്നുക കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തെ നിന്ദിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഉപേക്ഷയാൽ വരുത്തുന്ന ലഘുപാപങ്ങളെന്ന് നമ്മൾക്ക് കരുതാമെങ്കിലും ഏറ്റവും ഗൗരവം നിറഞ്ഞ പാപം. പ്രിയപ്പെട്ടവരെ, പല വിശുദ്ധരുടെ അടുത്തും അവരുടെ ഇടയിൽ നിന്ന് മരണമടഞ്ഞ ആത്മാക്കൾ വന്നു ചേരാറുണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി. വിശുദ്ധ പാദ്രിപ്പിയോട് അടുത്ത് ഒരു സഹോദര വൈദികൻ മരണാനന്തരം വരികയാണ്. പിയോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ നിന്റെ തെറ്റ്? ഈശോയെ കാണാൻ പറ്റാത്ത തരത്തിൽ എന്താ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്? എന്താ നിന്റെ പാപം? ശുദ്ധീകരണ സ്ഥലത്തിൽ നീ ഇത്രമാത്രം വേദന അനുഭവിക്കുന്നതിന് കാരണമായി നീ ഒരു മാരക പാപം ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ലല്ലോ. ആ സഹോദര വൈദികൻ വിശുദ്ധ പാദ്രിപ്പിയോയോട് പറഞ്ഞു, ഞാൻ അൾത്താരയുടെ വിരി മാറ്റുന്ന ഉത്തരവാദിത്തം ഏറെ ശ്രദ്ധക്കുറവോടെ ചെയ്തു. വിശുദ്ധ ഇടങ്ങൾ, വിശുദ്ധ വസ്തുക്കൾ, കർത്താവിന് വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, കർത്താവിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഇടങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവം തൊട്ടതിനെ നിങ്ങൾ തൊടുമ്പോൾ ഒരു ശ്രദ്ധ വേണം. ദൈവം സ്വന്തമാക്കിയ ഇടങ്ങളിലൂടെ നടക്കുമ്പോൾ, കർത്താവിന്റെ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിലൂടെ നിങ്ങൾ ഉലാത്തുമ്പോൾ, തെക്കോട്ടും വടക്കോട്ടും നടക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. ദൈവം ദൈവമാണ്. അവനൊന്നും ചെയ്യാൻ കഴിവില്ലാതെ സക്രാരികളിൽ ഒതുങ്ങിക്കൂടി അവനെ നിങ്ങൾ അവിടെ ബലംബെട് പ്രയോഗിച്ച് പൂട്ടിവെച്ചിരിക്കുകയാണെന്ന് കരുതരുത്. എസെക്കിയേൽ പ്രവചനം 43-ാമത്തെ അധ്യായങ്ങളിലും അതിനു മുൻപുള്ള അധ്യായങ്ങളിലും കാണുന്നു, ദൈവത്തിന്റെ കാണപ്പെടുന്ന സാന്നിധ്യം കെരൂബുകൾ ഇറങ്ങി വന്ന് സംവഹിച്ചു കൊണ്ടുപോകുന്നത് എസെക്കിയേൽ പ്രവാചകൻ ഹൃദയം നുറുങ്ങുന്ന വേദനയോട് നോക്കി നിന്നു. എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ നിന്നാപമാനങ്ങൾ കർത്താവിനെതിരെ കാട്ടിയാലും അവൻ അവിടെ ഇരുന്നോളുമെന്ന് കരുതരുത്. നമ്മുടെ കുടുംബത്ത് പരിശുദ്ധ കൂദാശകളാൽ മുദ്രിതമായ നമ്മുടെ ഹൃദയം, കുടുംബ ബന്ധങ്ങൾ, വിവാഹമെന്ന കൂദാശ, പ്രത്യേകമായി വെഞ്ചരിച്ച നമ്മുടെ വീട്, പ്രത്യേകമായി കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രണം ചെയ്യപ്പെട്ട നമ്മുടെ പ്രധാന കവാടം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ തിന്മയുടെ പ്രവർത്തികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ വിളിച്ചു കയറ്റിയവനെ അപമാനിക്കുകയാണ്. നമുക്ക് മാപ്പപേക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ. ദൈവത്തെ വില കുറച്ചു കണ്ട നിമിഷങ്ങൾ. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ മദ്ബഹായിൽ അവൻ സ്വർഗത്ത് നിന്നിറങ്ങി വന്ന് സ്വർഗം തന്നെയായ ആ പാവന മദ്ബഹായിൽ അവൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിലൂടെ ചിരിച്ചും കളിച്ചും അവൻ അവിടെ ഉണ്ട് എന്ന് പോലും തോന്നാത്ത തരത്തിൽ തെക്ക് വടക്ക് നമ്മൾ എത്ര തവണ നടന്നിട്ടുണ്ടാകും. അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ
വസ്തുക്കൾ, ദിവ്യമായ ഇടങ്ങളിലൊക്കെ ഒരുപക്ഷെ നമ്മൾ അത്ര ഗൗരവം കാണാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, വില കൊടുക്കേണ്ടതിന് വില കൊടുക്കണം. ഗൗരവം കുറഞ്ഞ വിഷയത്തിൽ ധാർമ്മിക നിയമങ്ങൾ അനുശാസിക്കുന്ന മാനദണ്ഡം പുലർത്താതിരിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായ അറിവോ പൂർണ്ണമായ സമ്മതമോ ഇല്ലാതെ ഗൗരവമായ ഒരു വിഷയത്തിൽ ധാർമ്മിക നിയമം അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരാൾ ലഘുഭാവം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില നിലപാടുകൾ സ്വീകരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കുന്നത്? നമ്മൾ വിശുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അവിടുത്തെ പരിശുദ്ധ പാവന ബലിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, അതുപോലെ അവന് വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടങ്ങൾ, നമ്മുടെ ഒരു കുരിശുപള്ളി ആയിക്കോട്ടെ, ഒരു കുരിശടി ആയിക്കോട്ടെ, നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലമല്ലേ? ഒരു കുരിശടയാളം വരച്ചിട്ട് പോവുക, എൻ്റെ ദൈവം ഇവിടെ എൻ്റെ കൂടെ കൂടാരമടിക്കുവാൻ. ഗോഡ് ഹാസ് പിച്ച്ഡ് ഹിസ് ടെന്റ് അമിഡ്സ്റ്റ് us. ദൈവം നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രത്യേകമായി വിളിച്ചു വരുത്തിയ ഒരു വ്യക്തിയെ അപമാനിച്ചു വിട്ടാൽ ആ വന്ന വ്യക്തിക്ക് അത് താങ്ങാനാകുമോ? നമ്മൾ എത്ര നിസ്സാരമായിട്ടാ കാണുന്നേ. നമ്മുടെ കുട്ടി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ദിവസം ആ വീടും പരിസരവും നമ്മൾ ആ കുഞ്ഞിനു വേണ്ടി വിശുദ്ധമായി കാക്കേണ്ട ഇടങ്ങളിൽ എന്നേരെ തിന്മയുടെ അരാജകത്വങ്ങൾ അഴിഞ്ഞാടപ്പെടുന്നു. വിശുദ്ധരുടെ തിരുനാളുകൾ, തിരുശേഷിപ്പുകൾ സംവഹിച്ചുകൊണ്ട് തെരുവായ തെരുവ് മുഴുവൻ നമ്മൾ ഇറങ്ങി പ്രദക്ഷിണങ്ങൾ നടത്തുമ്പോൾ അവിടെ നമ്മൾ കാണിക്കുന്ന വങ്കത്തരങ്ങളും അതിനെ അലങ്കോലമാക്കി തിന്മയുടെ കൊടി പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ആക്രോശങ്ങളും ദൈവം കാണില്ല എന്ന് കരുതരുത്. നമുക്ക് അനുദപിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങുമ്പോൾ തിന്മയ്ക്ക് കൂട്ടുനിന്ന് കർത്താവിനെ നിരന്തരം വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ, ആ തരത്തിലുള്ള സംഭാഷണത്തിന് ഉടമയാണെങ്കിൽ, ദൈവത്തെ ദൈവമായി കാണാത്ത ഒരു നിലപാട് നമുക്കുണ്ടെങ്കിൽ, ദൈവവുമായി ബന്ധപ്പെട്ട വിശുദ്ധമായ സമയങ്ങളും വിശുദ്ധമായ ഇടങ്ങളും നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് പോലും നമ്മൾ അലംഭാവത്തോടെയാണ് സംബന്ധിക്കുന്നതെങ്കിൽ, നമ്മുടെ വീട്ടിലിരിക്കുന്ന വചനം നമ്മൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്? നിസ്സാരമെന്ന് കരുതരുത്. പല വിശുദ്ധരുടെ രൂപങ്ങള്, വിശുദ്ധ വസ്തുക്കള്, വെഞ്ചിരിച്ച വസ്തുക്കള് ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുമ്പോൾ കരുതരുത് ഇത് നിസ്സാരമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഗൗരവമുള്ളതിന് ഗൗരവം കാണണം. ലഘുവെന്ന് കരുതി നമ്മൾ അതിനെ കുറച്ച് കാണരുത്. ലഘുഭാവം നമ്മുടെ സ്നേഹം ദുർബലപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ ദുർബലപ്പെടുത്തും. പിശാചിന്റെ വലിയ തന്ത്രമാണ് വില കൊടുക്കേണ്ടതിന് വില കൊടുക്കാതിരിക്കുക. വിശുദ്ധ വസ്തുക്കള്, അതുപോലെ എന്തെങ്കിലുമുള്ള പ്രബോധനങ്ങൾ, സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ തിയോളജി പറയരുതേ. സ്വർഗത്തെ വേദനിപ്പിക്കും. നമ്മൾ ചില സഭ പഠിപ്പിക്കുന്ന ഔദ്യോഗികമായ വിശ്വാസ സത്യങ്ങളെയൊക്കെ എളിമയോടുകൂടി നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ പിശാച് അവിടെ വിത്ത് വിതച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് സൃഷ്ട വസ്തുക്കളോടൊരു ക്രമരഹിതമായ ഒരു ബന്ധം നമുക്ക് അതായത് ദൈവത്തിന് കൊടുക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിൻ്റെ ആനന്ദം എപ്പോഴും നമ്മളിങ്ങനെ ടൂറ് പോകുന്നതാണെങ്കിൽ, എപ്പോഴും നമുക്ക് വേറെ ഏതെങ്കിലും വഴിയൂടെ പോകുന്നതൊക്കെ ആണെങ്കിൽ ദൈവത്തിനൊരു പ്രാധാന്യക്കുറവ് വരും. അത് ലഘുഭാവമാണ്, പക്ഷേ അത് കർത്താവിനെ ഒത്തിരി വേദനിപ്പിക്കും. നമ്മുടെ ആത്മാവിലുള്ള പുരോഗതി തടയും. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരം നീട്ടി പിടിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നിലപാടുകൊണ്ടോ ശരീരഭാഷ കൊണ്ടുപോലും ദൈവമേ നിന്നെ വേദനിപ്പിക്കുവാൻ ഇടയാക്കരുതേ. അമ്മ മാതാവിനെ പോലെ ഈശോ ഭൂമിയിലേക്ക് ഏറ്റവും പരസഹായം വേണ്ടവനായി ഒരു ശിശുവായി ജനിച്ചപ്പോൾ സ്വർഗം ഏൽപ്പിച്ചു കൊടുത്തത് ആ കരങ്ങളിലാണ്. അമ്മ ദൈവത്തെ താങ്ങിയ കരമാണ്, ദൈവത്തെ കുളിപ്പിച്ച കരമാണ്, ദൈവത്തെ ഊട്ടിയ കരമാണ്, ദൈവത്തെ കരം പിടിച്ച് നടത്തിയ കരമാണ്. ആ അമ്മ മാതാവിൻ്റെ കരത്തിലേക്ക് നമുക്ക് നോക്കാം. എങ്ങനെ ആരാധിക്കണം, എങ്ങനെ അനുസരിക്കണം, എങ്ങനെ എളിമപ്പെടണം. നമ്മുടെ ഹൃദയത്തിലേക്ക്
ഈ ലഘുപാപത്തിൻ്റെ കെട്ടുകൾ അഴിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം, അനുദപിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമുക്കുണ്ടെന്ന ബോധ്യത്തോടെ ഒഴുകട്ടെ എന്നിൽ തിരുരക്തം നദി പോൽ നിറയട്ടെ തിരുരക്ത അഭിഷേകം. ഇത് വീണ്ടെടുപ്പിന്റെ സമയമാണ്. ഒഴുകട്ടെ എന്നിൽ തിരുരക്തം നദി പോൽ നിറയട്ടെ തിരുരക്ത അഭിഷേകം. ഒഴുകട്ടെ എന്നിൽ തിരുരക്തം നദി പോൽ നിറയട്ടെ തിരുരക്ത അഭിഷേകം. ഒഴുകട്ടെ എന്നിൽ തിരുരക്ത നദി പോൽ നിറയട്ടെ തിരുരക്ത അഭിഷേകം. കുരിശിൽ ചിന്തിയ തിരുനിണത്താൽ സാത്താന്റെ കോട്ടകൾ തകർന്നിടട്ടെ. കുരിശിൽ ചിന്തിയ തിരുനിണത്താൽ സാത്താന്റെ കോട്ടകൾ തകർന്നിടട്ടെ. കുരിശിൽ ചിന്തിയ തിരുനിണത്താൽ സാത്താന്റെ കോട്ടകൾ തകർന്നിടട്ടെ. കുരിശിൽ ചിന്തിയ തിരുനിണത്താൽ സാത്താന്റെ കോട്ടകൾ രക്തത്തിന്റെ ശക്തിയാൽ വിടുതൽ സംഭവിക്കട്ടെ. തിരുരക്തം നദി പോൽ നിറയട്ടെ തിരുരക്ത അഭിഷേകം. ലഘുപാപത്തിന്റെ കെട്ടുകൾ അഴിക്കണമേ കർത്താവേ. ഉപേക്ഷ മൂലം വന്ന പാപങ്ങളോട് അനുദപിക്കുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ കരം നീട്ടി തുടരണമേ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ഉപേക്ഷ മൂലം വന്ന പാപങ്ങൾ, ഞങ്ങൾക്ക് നന്മ ചെയ്യാമായിരുന്നിട്ട് ഞങ്ങൾ ചെയ്യാതിരുന്ന അവസരങ്ങള്, മറ്റുള്ളവരെ പ്രശംസിച്ച് പറയാമായിരുന്നിട്ടും ചെയ്യാതിരുന്ന അവസരങ്ങള്, കർത്താവെ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ അങ്ങയെ ആരാധിക്കാമായിരുന്ന സമയങ്ങള്, അങ്ങയുടെ സാന്നിധ്യത്തിന് മുമ്പിൽ ഞാൻ കാണിച്ച ഭക്തിക്കുറവുകള്, കർത്താവെ അങ്ങ് ദൈവമാണ് എന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ പ്രഘോഷിക്കാതിരുന്ന സമയങ്ങള്, അങ്ങയെ പഴിച്ച സമയങ്ങള്, ദൈവം ദൈവമാണ് എന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകാതിരുന്ന സമയങ്ങള്, ഒരു ദൈവമില്ല എന്നുള്ള മട്ടിൽ പാപത്തിന് ഞാൻ അടിപ്പെട്ടു പോയ സമയങ്ങള്, കർത്താവെ ഞാൻ അനുദപിക്കുന്നു. ഏറ്റെടുക്കണമേ, ബലപ്പെടുത്തണമേ, വീണ്ടെടുക്കണമേ, വിടുതൽ നൽകണമേ. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. ലൂക്ക 16:10. പ്രിയപ്പെട്ടവരെ, പലരും ആത്മീയ ജീവിതത്തിൽ കൃപകൾ സ്വീകരിച്ചിട്ടുണ്ട്. ചിലർക്ക് ഭാഷാവരവുണ്ട്, ദർശനവരവുണ്ട്, രോഗശാന്തി വരവുണ്ട്. പക്ഷെ ഒരു പുരോഗതിയില്ല. ശുശ്രൂഷകരായിരിക്കാം, എങ്കിൽ പോലും ആത്മീയ ജീവിതത്തിൽ ഒരടുത്ത നിലയിലേക്ക് പോകാൻ പറ്റുന്നില്ല. വിശ്വസ്തത, എളിമ, പരിശുദ്ധ അമ്മയെ പോലെ താണു വീണ് കിടന്ന് നമ്മൾ അഹങ്കാരത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ച് ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. കൊച്ചുത്രസ്യ പുണ്യവതിയെ പോലെ. വിശുദ്ധ കൊച്ചുത്രസ്യ പുണ്യവതി സ്വർഗത്തിന്റെ പടവുകൾ ചവിട്ടിയല്ല, പറന്നാണ് കയറിയത്. കൊച്ചു കൊച്ചു കാര്യങ്ങളെ ചെയ്തുള്ളൂ. ഒരു പൂവിറുത്ത് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലും ഒരു വലിയ പ്രദക്ഷിണമായിരുന്നു. മാലാഖമാരോട് ചേർന്ന് എൻ്റെ ദിവ്യ മണവാളന് വേണ്ടി ഞാൻ നടത്തുന്ന ഈ ഭൂമിയിലെ പ്രദക്ഷിണം. രോഗിണിയായി ചെറുപ്രായത്തിൽ തന്നെ കർത്താവിന് വേണ്ടി ആ ജീവിതത്തിൻ്റെ ആ പരിമളം പരത്തുന്ന ആ ചെറിയ റോസാപ്പൂ ഇറുത്തു നൽകിയപ്പോൾ തിരുസഭയ്ക്ക് ലഭ്യമായത് വിശുദ്ധിയുടെ വലിയ പരിമളമാണ്. വിശുദ്ധ അൽഫോൻസാമ ചെറിയ കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയാണ്. എല്ലാം ദൈവസ്നേഹത്തെ പ്രതി ദൈവഹിതപ്രകാരം ഏറ്റെടുത്തത് കൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ എരിയുന്ന സ്നേഹത്തിൻ്റെ ഒരു പൊരി, അവിടുത്തെ ഹൃദയത്തിൽ കത്തി എരിയുന്ന, എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന
ആ ജ്വലിക്കുന്ന ജ്വാലയ്ക്കുള്ളിലെ ഒരു പൊരി, തീപ്പൊരി, സ്നേഹത്തിൻ്റെ ഒരു തീപ്പൊരി. അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തോട് ചേർന്ന് നിന്ന് നാം നടത്തുന്ന ഈ സമർപ്പണം ദൈവത്തിൻ്റെ സ്നേഹഹൃദയത്തിൽ നിന്ന് നമ്മളെ തടയുന്ന എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധ വയ്ക്കണം പ്രിയപ്പെട്ടവരെ. വലിയ ജാഗ്രതയോടെ ദുഷ്ടൻ നമ്മളെ വീഴ്ത്താനായി ഒരുപക്ഷെ ചെറിയ ചൂണ്ടക്കുളത്തിൽ വലിയ മീനുകൾ കുടുങ്ങുന്നത് പോലെ അവൻ ഇട്ടുവച്ചിരിക്കുന്നത് ലഘുപാപത്തിൻ്റെ ചെറിയ ചെറിയ കൊളുത്തുകളായിരിക്കും. നമുക്ക് ജാഗ്രത പുലർത്താം, ഹൃദയത്തിൽ വലിയ ഒരു ഉണർവ് സൂക്ഷിക്കാം, സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് യാചിക്കാം. ദൈവമേ, വീണുപോകാതെ, ചെറിയ കാര്യങ്ങളിൽ പോലും വീണുപോകാതെ എന്നെ താങ്ങുന്നതിനായി അങ്ങയുടെ ശക്തമായ കരം എൻ്റെ നേരെ നീട്ടണമേ. എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്